അരുൺ, സാധാരണ മുഖ്യമന്ത്രിയുടെ ജന്മദിനത്തിൽ കാര്യമായ ആഘോഷ പരിപാടികൾ ഉണ്ടാകാറില്ല. ഇന്നിപ്പോൾ ക്ലിഫ് ഹൗസിൽ കേക്ക് മുറിച്ചു. അതോടൊപ്പം തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ ക്ലിഫ് ഹൗസിലെത്തി ആശംസകൾ അറിയിച്ചു. മറ്റ് നേതാക്കൾ ഇത്തരത്തിൽ ആശംസകൾ അറിയിച്ചിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ പിറന്നാളാഘോഷം അത്ര കാര്യമായി ഉണ്ടാകാറില്ല. ഇന്നും അങ്ങനെ ആയിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ അറിയിച്ചത്. പക്ഷെ ഇന്ന് വീട്ടിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചെറുമകൻ ഇഷാൻ, മുഖ്യമന്ത്രിക്ക് വളരെ പ്രിയപ്പെട്ട കുട്ടിയാണ്. ഇഷാനാണ് കേക്ക് മുഖ്യമന്ത്രിക്ക് നൽകുന്നത്, മധുരം നൽകുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന്റെ മരുമകൻ അടക്കമുള്ളവർ, കുടുംബാംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല അടക്കമുള്ളവർ ഉണ്ട്. അത്തരം ഒരു ആഘോഷമാണ് നടന്നിരുന്നു. ഏറ്റവും പ്രധാനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ക്ലിഫ് ഹൗസ് എത്തി മുഖ്യമന്ത്രിക്ക് പിറന്നാൾ ആശംസ നേർന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ ഗവർണറെ വിരുന്നിന് ക്ഷണിച്ചിരുന്നു മുഖ്യമന്ത്രി, എന്നാൽ അദ്ദേഹം അന്ന് പങ്കെടുത്തില്ല. പക്ഷേ ഇപ്പോൾ ഒരു പിറന്നാളിന്റെ ദിവസം, ബർത്ത്ഡേ ദിവസം മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസ് എത്തി ആശംസ നേരുകയാണ് ഗവർണർ. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനും സമാനമായി മുഖ്യമന്ത്രിക്ക് പിറന്നാൾ ആശംസകളുമായി രാജ്ഭവനിൽ എത്തിയിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കഴിഞ്ഞ ഗവർണറുടെ കാലത്തേക്കാൾ നല്ല ബന്ധം ഇപ്പോൾ ഉണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമായി കൂടി ഇതിനെ കാണാനാകും. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അദ്ദേഹത്തിന് ആശംസ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായി ആരൊക്കെ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വിവരം ലഭ്യമാകാനുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പിറന്നാൾ ആഘോഷിച്ചു. 80ാം പിറന്നാൾ വീട്ടിൽ കേക്ക് മുറിച്ച് തന്നെ ആഘോഷിച്ചിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ, ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യെസ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ 80 വയസ്സിന്റെ നിറവിൽ ആണ്. കാര്യമായ ആഘോഷങ്ങൾ ഇതിനു മുമ്പും മുഖ്യമന്ത്രിയുടെ ജന്മദിനത്തിൽ ഉണ്ടാകാറില്ല. കൂടുതൽ നേതാക്കൾ ജന്മദിനാശംസകൾ നേർന്നിട്ടുണ്ടാകും. അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. പക്ഷേ ഗവർണർ നേരിട്ട് എത്തി ക്ലിഫ് ഹൗസിൽ തന്നെ എത്തി ആശംസകൾ അറിയിച്ചു. ഒപ്പം മുഖ്യമന്ത്രിക്ക് ഇതാ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആശംസകൾ നേർന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു. അങ്ങനെ സ്റ്റാലിനുമായി അടുത്ത രാഷ്ട്രീയ ബന്ധം ആണ് പുലർത്തുന്നത്. അരുൺ, ഇത്തരത്തിൽ അതായത് നേതാക്കളുമായി കർക്കശക്കാരൻ എന്ന് പറയുമ്പോഴും മറ്റ് നേതാക്കളുമൊക്കെയായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ മറ്റുള്ളവർ ഉൾപ്പെടെ പ്രശംസിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ കൂടുതൽ നേതാക്കൾ ഇപ്പോൾ ആശംസകളൊക്കെയായി എത്തുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അടക്കമുള്ളവർ ആശംസകൾ അർപ്പിക്കാറുണ്ട്, സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം. ഒപ്പം രാഷ്ട്രീയത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരേട് അദ്ദേഹം രചിച്ചു കഴിഞ്ഞല്ലോ. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം ഉണ്ടാകുന്നത് പിണറായി വിജയൻ്റെ കീഴിൽ ആണ്. പാർട്ടിയിലും ഇപ്പോൾ പിണറായി എന്നതിനപ്പുറത്ത് ഒരു വാക്കില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പക്ഷേ നമ്മൾ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പോലെ തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലേക്ക് എന്ന പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. ആ ആത്മവിശ്വാസം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴാണല്ലോ ഈ പിറന്നാൾ കടന്നുപോകുന്നത്. അഭിലാഷ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി സ്റ്റാലിൻ ഒരു പൊതുയോഗത്തിൽ പറഞ്ഞത്, താൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപദേശം തേടുന്ന വ്യക്തി കൂടിയാണ് മുഖ്യമന്ത്രി. രണ്ട് അയൽ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എന്നതിനപ്പുറത്തേക്കുള്ള ബന്ധം ഇരു നേതാക്കളും തമ്മിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഒന്ന് സ്റ്റാലിന്റെ പരാമർശം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് CPM-ന്റെ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ വന്ന പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് സ്റ്റാലിൻ അക്കാര്യം വ്യക്തമാക്കിയത്. അത്തരത്തിൽ വളരെ അടുത്ത വ്യക്തിബന്ധം കൂടി ഈ നേതാക്കളുമായി മുഖ്യമന്ത്രി പുലർത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ നിതിൻ ഗഡ്കരി, കേന്ദ്രമന്ത്രി, തികച്ചും വിരുദ്ധ ചേരിയിലുള്ള ധ്രുവത്തിലുള്ള നേതാവാണ്. അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം പിണറായി വിജയന് വ്യക്തിബന്ധമുണ്ട്. അങ്ങനെ പല നേതാക്കളുമായും മറ്റ് സംസ്ഥാനങ്ങളുടെ നേതാക്കളുടെ അടക്കം മുഖ്യമന്ത്രിയായ ശേഷമുള്ള വ്യക്തിബന്ധം പിണറായി സൂക്ഷിക്കുന്നുണ്ട്. അത് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും സംസ്ഥാനത്ത് തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ പല നേതാക്കളും ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും ഒക്കെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും രാഷ്ട്രീയ വാക്പോരും നടക്കുമ്പോഴും വ്യക്തിപരമായി ഇരു നേതാക്കൾ തമ്മിൽ അടുപ്പമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പല കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ആൾ കൂടിയാണ് മുഖ്യമന്ത്രി. രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള വ്യക്തിബന്ധങ്ങളും അദ്ദേഹത്തിന് വിപുലമായുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം സ്ഥിതി പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പീക്ക് എന്നൊക്കെ പറയാൻ തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിലെ നമ്പർ 1 നേതാവ്, നമ്പർ 1 എന്ന അണികൾ വിശ്വസിക്കുന്നതിനപ്പുറത്തേക്ക് നമ്പർ 1 നേതാവ് കൂടിയാണ് പിണറായി വിജയൻ.
പ്രതിപക്ഷവും ആ രീതിയിൽ തന്നെ അദ്ദേഹത്തെ എതിർക്കുമ്പോഴും ആ രീതിയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ എതിർക്കുക അത്ര എളുപ്പമല്ലെന്ന് പലപ്പോഴും പ്രതിപക്ഷ നേതാക്കളൊക്കെ സ്വകാര്യമായി സംസാരിക്കുമ്പോഴും ഒക്കെ അഭിപ്രായപ്പെടാറുമുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഈ തുടർഭരണത്തിൽ തുടർച്ച എന്ന വലിയ സജീവ പ്രതീക്ഷയുമായാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. പാർട്ടിയിലും മുന്നണിയിലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് അദ്ദേഹം മാറിക്കഴിഞ്ഞു. സർക്കാരിനും അത് തന്നെയാണ് സ്ഥിതി. എല്ലാ തീരുമാനങ്ങളിലും എല്ലാ നിർണായക തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. മന്ത്രിമാരും അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്ത് മാത്രമേ പ്രധാന കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ സ്വീകരിക്കാറുള്ളൂ. അങ്ങനെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും സുപ്രധാന ഘട്ടത്തിലൂടെയാണ്. 80 വയസ്സ് എന്നത് ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കൾക്ക് അത്ര വലിയ പ്രായമല്ല. 82-ാം വയസ്സിലാണ് VS അച്യുതാനന്ദൻ അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറുന്നത്. അന്ന് അത്ഭുതമായി എല്ലാവർക്കും തോന്നിയെങ്കിലും പിണറായിക്ക് അത് 3-ാം ടൈമിലേക്ക് ഏതാണ്ട് 81 വയസ്സാകും. 3-ാം ടൈം കിട്ടുകയാണെങ്കിൽ ആ പ്രായമാകും. അവിടെയും പിണറായി തന്നെ തുടരുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതീക്ഷ. മറ്റൊരു പേര് ഇപ്പോൾ ഇടതുമുന്നണിക്കും CPM ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മുന്നണി നയിക്കുന്ന പിണറായി തന്നെയാകും. ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതിയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് കാര്യമായ എതിരാളികൾ പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിലോ ഇല്ല. അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു നേതാവ് പോലും ഒരുപക്ഷെ മുന്നണി ഉണ്ടാകില്ല. പിണറായി മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ പാർട്ടി നയിക്കാനുള്ള ഇടതുമുന്നണി നയിക്കാനുള്ള ആളെയായി ആരെങ്കിലും നിർദ്ദേശിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ പോലും ആരും ഉണ്ടാകില്ല. ആ രീതിയിൽ ഒരു ഏക രൂപം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായുള്ള ഒരു ചർച്ചാ വിഷയം ഇടതുമുന്നണിയിൽ നിന്ന് ചില കക്ഷികൾ UDF-ലേക്ക് തിരികെ പോകുമെന്നത് ചർച്ചകളൊക്കെ പ്രധാനമായും പറഞ്ഞു കേട്ട പേര് RJDയുടെ പേരായിരുന്നു. പക്ഷെ ഇന്ന് മാതൃഭൂമി പത്രത്തിൽ RJDയുടെ നേതാവ് കൂടിയായ ശ്രേയാംസ് കുമാറിന്റെ ഒരു ലേഖനമുണ്ട്. പിണറായി വിജയൻ എന്ന നേതാവിനെയും മുഖ്യമന്ത്രിയും ഒക്കെ വിലയിരുത്തിക്കൊള്ളുന്ന ഒരു ലേഖനം. അതൊക്കെ മുന്നണിയിലെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ന സൂചനയായി വേണം കാണാൻ. അങ്ങനെ മുന്നണി വിട്ടാരും പോകാനുള്ള സാധ്യതയില്ല എന്നുകൂടി വ്യക്തമാക്കുന്നതാണ്. അങ്ങനെ പാർട്ടിയും മുന്നണിയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പിണറായി വിജയന് കഴിയുന്നുണ്ട്. ആ രീതിയിൽ അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന് 80-ാം പിറന്നാൾ വരുന്നത്. 80-ാം പിറന്നാൾ ഏതൊരു മനുഷ്യനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പിറന്നാളൊന്നും ആഘോഷിക്കാറില്ലെങ്കിൽ ഒരുപക്ഷെ വീട്ടുകാരുടെയും മറ്റ് നിർബന്ധം വഴങ്ങിയാകാം ഇത്തരമൊരു ആഘോഷം ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനം പിറന്നാൾ ഡേറ്റ് പ്രഖ്യാപനം തന്നെ വളരെ കൗതുകമുള്ള ഒന്നായിരുന്നു. കാരണം അതിനു മുമ്പ് അതുപോലെ പിറന്നാൾ ദിവസം മറ്റൊന്നായിരുന്നു ഔദ്യോഗിക രേഖകളിലുമൊക്കെ. 2016 പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി CPM-ന്റെ സംസ്ഥാന സമിതി തീരുമാനിക്കുന്നു. അത് അറിയിക്കാനായി അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഒരു മധുരവുമായാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. ഈ മധുരം നൽകിയ ശേഷം എന്തിനെന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പക്ഷേ പിണറായി വിജയന്റെ അഭിലാഷ് ഇപ്പോൾ കുറച്ച് ചിത്രങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് ബൊക്കെ കൈമാറുന്ന ആശംസ അർപ്പിക്കുന്ന ചിത്രങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അത് ലഭ്യമായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഏതായാലും അങ്ങനെ ഈ പിറന്നാൾ അദ്ദേഹം ഒരു സസ്പെൻസ് ആയിട്ടാണ് തന്റെ ഇത്രയും നാൾ എന്തിനാണ് മധുരം ചോദിക്കുമ്പോൾ സർക്കാർ അധികാരത്തിൽ വരുന്നതിന്റെ മുഖ്യമന്ത്രി ആകുന്നതിന്റെ സന്തോഷമല്ലേ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ അങ്ങനെയല്ല. എന്റെ പിറന്നാൾ ഇത്രയും നാൾ എല്ലാവരും കരുതുന്നത് ഈ ദിവസമാണ്. പക്ഷെ അന്നല്ല, ഈ മെയ് 24 എന്റെ പിറന്നാൾ. ഔദ്യോഗിക രേഖകൾ തെറ്റായ വിവരമാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് മുഖ്യമന്ത്രി അന്ന് തന്റെ പിറന്നാൾ സസ്പെൻസ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്ക് ഒരു നിലവിളക്ക് ആണ്. അർലേക്കർ ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഗവർണർ ആർലേക്കർ സന്ദർശിക്കുകയും അങ്ങനെ അരുൺ സൂചിപ്പിക്കുന്ന പോലെ ഒരു നിലവിളക്ക് അല്ലേ അരുൺ പിറന്നാൾ ജന്മദിനത്തിന് ആശംസകൾ അർപ്പിച്ച് നൽകുകയും ചെയ്യുന്നു. അത് തന്നെയാണ്, നിലവിളക്കാണ് അർലേക്കർ മുഖ്യമന്ത്രിക്ക് സമ്മാനമായി പിറന്നാൾ സമ്മാനമായി നൽകുന്നത്. നിലവിളക്ക് നമുക്കറിയാം ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് മലയാളികൾ പൊതുവിൽ കാണുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഐശ്വര്യം ഇനിയും ഉണ്ടാകട്ടെ എന്ന ഒരു ആശംസയാകാം സ്വാഭാവികമായും അർലേക്കർ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതിന് വിരുദ്ധമാണെങ്കിൽ പോലും അദ്ദേഹം നൽകിയ സമ്മാനം ഒരു പ്രതീകാത്മകമായി കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ കാണാം. പിണറായി വിജയന് 80-ാം പിറന്നാളിൽ കസവ് ഷാളും അതുപോലെ തന്നെ നിലവിളക്കും സമ്മാനമായി നൽകുകയാണ് ഗവർണർ, സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഏതായാലും പിണറായി വിജയൻ അങ്ങനെ അന്ന് ഈ സസ്പെൻസ് തന്റെ പിറന്നാൾ സസ്പെൻസ് അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അന്ന് പിണറായിയുടെ മറ്റൊരു ഒരുപക്ഷെ അതുവരെ ആരും അധികം കണ്ടില്ലാത്ത തരത്തിലുള്ള ഒരു മാനസമാകാൻ നമ്മൾ കണ്ടത്. തന്റെ പിറന്നാൾ മാധ്യമങ്ങളെ അറിയിക്കാൻ, മാധ്യമങ്ങളെ പലപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തുന്ന ആളാണ് പിണറായി. പക്ഷെ അന്ന് മാധ്യമങ്ങളിലോടുകൂടി ഇത് അറിയണം ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പിറന്നാൾ വിവരം കൂടി ആ ഒരു സസ്പെൻസ് കൂടി പൊളിച്ച പിണറായിയെ നമ്മൾ 2016 കണ്ടതാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് പിറന്നാൾ ആഘോഷം ആ രീതിയൊക്കെ ഉണ്ടാകാറില്ല എങ്കിൽ പോലും ഇപ്പോൾ പിറന്നാളും ആഘോഷിക്കുകയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് അതിനുള്ള സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. തുടർഭരണം എന്ന വലിയ
പ്രതീക്ഷയോടെ സർക്കാരും മുന്നണിയും കടന്നു പോകുന്നു. പ്രതിപക്ഷത്തെ വലിയ അസ്ഥിരതകളുണ്ട്, പിണക്കങ്ങളുണ്ട്. BJP ആകട്ടെ ഒരു ഭരണം പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ വളർച്ചയിലേക്ക് സംസ്ഥാനത്ത് എത്തിയിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെ തുടർഭരണം വലിയ രീതിയിൽ സ്വപ്നം കാണുന്നു സംസ്ഥാനത്തെ ഇടതു മുന്നണിയും CPM ഒക്കെ. അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും തീർച്ചയായും ഇത് ഏറ്റവും സന്തോഷകരമായ ഒരു പിറന്നാൾ ദിനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല ചില അനിശ്ചിതത്വങ്ങളുണ്ട്. ഇപ്പോഴും ഈ ദേശീയവാദികളെ ബന്ധപ്പെട്ട് ദേശീയവാദ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും സുപ്രധാന വികസന നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോൾ അത് ഈ ദേശീയവാദ തകർന്നു വീണത് ഒരുപക്ഷെ സർക്കാർ ചില വലിയ തിരിച്ചടിയെ മാറിയേനെ. അവിടെയും പിണറായിലെ രാഷ്ട്രീയക്കാരൻ വളരെ പക്വമതിയായ വളരെ കൃത്യമായ അദ്ദേഹത്തെ ആ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ പരിചാരിക്കൊണ്ട് അല്ലെങ്കിൽ ദേശീയവാദ അതോറിറ്റിക്ക് തലയിൽ ഈ ദേശീയവാദ തകർന്നതിന് ഉത്തരവാദിത്തം വെച്ചുകൊണ്ടുള്ള പിണറായി വിജയന്റെ ഒരു രംഗപ്രവേശം അക്ഷരാർത്ഥത്തിൽ സർക്കാരിന്റെ 4ാമത്തെ വാർഷികാഘോഷം. അതിനിടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെയുണ്ട്. നേരത്തെ നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് വലിയ പോര് ഗവർണറും സർക്കാരും തമ്മിൽ നിലനിന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴിതാ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഗവർണർ അർലേക്കർ മുഖ്യമന്ത്രിയെ നേരിട്ട് ആശംസ അറിയിക്കുന്നു. ഒപ്പം ഒരു വിളക്ക് ജന്മദിന സമ്മാനമായി നൽകുന്നു. നേരത്തെ സൂചിപ്പിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടങ്ങളിൽ സ്റ്റാലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നേതാവാണ് സ്റ്റാലിൻ. യുവർ dedication to progressive governance and our shared commitment to federalism and secularism have strengthened the bonds between Tamil Nadu and Kerala. അതായത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുന്നു. താങ്കളുടെ സമർപ്പണവും അതോടൊപ്പം തന്നെ ഫെഡറലിസത്തോടും മതേതരത്വത്തോടുമുള്ള താങ്കളുടെ പ്രതിബദ്ധതയും എന്നാണ് ഈ ജന്മദിന സന്ദേശത്തിൽ. അതോടൊപ്പം തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന ആഹ്വാനം കൂടി തമിഴ്നാട് മുഖ്യമന്ത്രി നടത്തുന്നു. അങ്ങനെ വിവിധ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ 80ാം പിറന്നാൾ ദിനത്തിൽ ജന്മദിനത്തിൽ മുഖ്യമന്ത്രിക്ക് ആശംസകൾ അറിയിക്കുകയാണ്.